കുറേ നാളായിട്ട് നമ്മുടെ വെമ്പാലവട്ടത്തുള്ള അർബൻ സ്പേസിൽ വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ഇന്നാണ് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയത് കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. അർബൻ സ്പേസിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയട്ടെ. കാന്താരി മോമോസ്, മലായി ചിക്കൻ ടിക്ക, ജമൈക്കൻ ഗ്രിൽഡ് ബർഗർ, സ്മോക്ക് ആൻഡ് ഹണി അൽഫാം, ആവോലി തവ ഫ്രൈ, പിന്നെ ഗ്രിൽഡ് പ്രോൺസ്, കാന്താരി മസാല, ജമൈക്കൻ ഫ്രൈഡ് റൈസ്, ചില്ലി ബീഫ്, തന്തൂരി റൊട്ടി, പിന്നെ ഇവിടുത്തെ ഒരു പയ്യോളി സ്റ്റൈലിൽ വരുന്ന ഹോൾ ലെഗ് ഫ്രൈ ഉണ്ട്, പിന്നെ പപ്പായ സ്മൂത്തി, ഷമാം സ്മൂത്തി, പിന്നെ മൊഹീറ്റോസിലാണെങ്കിൽ ഗ്രീൻ ആപ്പിളും സ്ട്രോബെറിയും ഉണ്ട്, പിന്നെ ഒരു ഫ്രഷ് ജ്യൂസിൽ പൈനാപ്പിളും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ ക്രീംസിലെ ഒരു ഫ്ലേവറാണ് ഫ്രൂട്ട് സലാഡ്, അതും പറഞ്ഞു, പിന്നെ എക്സ്ട്രാ ആയിട്ട് ബട്ടർ നാനും പൊറോട്ടയും പറഞ്ഞു. ഇത് ഇത്രയും ഒരുമിച്ച് കഴിച്ച് തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിലും പാഴ്സൽ എടുത്തുകൊണ്ട് പോകും. ഇത്രയും ഐറ്റംസിൽ ഫസ്റ്റ് ഏതിൽ തുടങ്ങണമെന്നായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ. ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടുത്തെ കാന്താരി മോമോസ്. അതും ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഫ്ലേവറാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല എരിവാണ്, അപ്പോൾ കാന്താരി ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയത് മലായി ചിക്കൻ ടിക്കയാണ് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മലായി ചിക്കൻ ടിക്കയായിരുന്നു. മിൻ ചട്നിയുടെ ഒപ്പം ഡിപ്പ് ചെയ്ത് കഴിക്കാൻ സെറ്റായിരുന്നു. ജ്യൂസി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രമാത്രം ജ്യൂസി ആയിരുന്നേ. പിന്നെ ആ കാന്താരി മോമോസ് മയോണൈസിൽ മുക്കി കഴിച്ചു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടേ ഹെവിയിലോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അടുത്തതായിട്ടും അപ്പോൾ ട്രൈ ചെയ്തത് ഒരു സ്റ്റാർട്ടർ ഐറ്റമാണ് കാന്താരി പ്രോൺസ്. ഇതുവരെ ഞാൻ കാന്താരി പ്രോൺസ് ട്രൈ ചെയ്തിട്ടില്ല. നല്ല റോ ആയിട്ടുള്ള ഗ്രീൻ മസാലയാണ്. അപ്പോൾ അതിലും ശകലം നാരങ്ങ നീരും ചേർത്ത് കാന്താരി പ്രോൺസ് അങ്ങ് ട്രൈ ചെയ്ത് നോക്കി. കാന്താരി പ്രോൺസ് വിചാരിക്കുന്ന പോലെയല്ല, നല്ല കാന്താരിയുടെ ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് എരിവ് കഴിക്കാൻ പറ്റുന്നവർ മാത്രം ഇത് ട്രൈ ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാന്താരി മോമോസും കാന്താരി പ്രോൺസും നല്ല എരിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രിങ്ക്സ് ട്രൈ ചെയ്തേ. ഗ്രീൻ ആപ്പിൾ മൊഹീറ്റോയെക്കാളും എനിക്ക് സ്ട്രോബെറി ഫ്ലേവറുള്ള മൊഹീറ്റോയാണ് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഫ്രഷ് ജ്യൂസ് പൈനാപ്പിളും ട്രൈ ചെയ്തു. ഇതാണ് ആവോലി തവ ഫ്രൈ കേട്ടോ. നല്ല സോഫ്റ്റ് പീസായിരുന്നു ഫിഷിൻ്റെ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആവോലി ആയിരുന്നു എന്നാണ് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഈ തവ ഫ്രൈയുടെ ഫ്ലേവർ നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ മസ്റ്റ് ട്രൈ പറയുന്ന ഒരു ഐറ്റമാണേ. ഞാൻ ഇത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ആവോലി തവ ഫ്രൈ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല അടിച്ച് സെറ്റായിരിക്കുന്ന പൊറോട്ടയുടെ കൂടെ ബീഫ് ചില്ലി ട്രൈ ചെയ്യാൻ പോവുകയാണേ. ബീഫ് ചില്ലിയുടെ നല്ല മണം ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയിൽ നിന്ന് ഒരു കഷ്ണം പിച്ച് ബീഫും ചില്ലിയും കൂടെ ചേർത്തങ്ങ് പിടിക്കുവാണേ. പയ്യോളി ചിക്കൻ ഫ്രൈ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഹോൾ ലെഗ് ഫ്രൈ ആണ്. നമ്മുടെ അൽഫാമിലൊക്കെ കിട്ടുന്ന ലെഗ് പീസിൻ്റെ പീസില്ലേ, അതുപോലത്തെ ഹോൾ ലെഗ് ഫ്രൈ. അടുത്തതായിട്ട് ട്രൈ ചെയ്തത് സ്മോക്ക് ആൻഡ് ഹണി അൽഫാമാണ്. റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു അൽഫാം വെറൈറ്റിയാണ്. ഭയങ്കര ഫാൻസാണ് ഈ ഒരു അൽഫാമിന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മയോയുടെ കൂടെ പറ്റിയ കോമ്പിനേഷനാണ്. സാലഡിൻ്റെ കൂടെയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പപ്പായ സ്മൂത്തി ആൻഡ് ഷമാം സ്മൂത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ സ്പൈസി ആയിട്ടുള്ള റൈസ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക്, നല്ല ഫ്ലേവർഫുൾ റൈസ് ഇഷ്ടമുള്ളവർക്ക് ജമൈക്കൻ റൈസ് ഒരു പറ്റിയ ഓപ്ഷനാണ്. കിടിലായിരുന്നു. പിന്നെ ജമൈക്കൻ ഗ്രിൽഡ് ബർഗർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ജമൈക്കൻ ഫ്ലേവറിൽ വരുന്ന എല്ലാ ഐറ്റംസും പൊളിയാണ്. പിന്നെ ഫ്രൂട്ട് സലാഡ് ക്രീം ആയിരുന്നു. BBQ സ്പേസിൻ്റെ ക്രീം സ്പേസിൽ വരുന്ന ഫ്രൂട്ട് സലാഡ് ക്രീം ആയിരുന്നു. അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ഗ്രിൽഡ് പ്രോൺസ് വിത്ത് കാന്താരി മസാല ആയിരുന്നു കേട്ടോ. നല്ല കാന്താരിയുടെ ഫ്ലേവറൊക്കെ നല്ല എടുത്ത് കാണിക്കുന്ന ഒരു കിഡിലൻ പ്രോൺസ് ഐറ്റം ആയിരുന്നു. ഇനി മോമോസ് ട്രൈ ചെയ്താൽ ആദ്യം ട്രൈ ചെയ്തത് മലായി മോമോസ് ആണ് കേട്ടോ. നല്ല മലായി ആ ഒരു എസൻസിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു.
അർബൻ സ്പേസിനെ കുറിച്ച് അധികം ഒന്നും കേട്ടിട്ടില്ലാത്തവരോ അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ട്രിവാൻഡ്രത്തെ ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നല്ല അടിപൊളി മന്തി റൈസും അൽഫാംസും ഗ്രിൽസും ഷവർമയൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്പോട്ടാണ് കേട്ടോ. പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്ഥലമാണ് അർബൻ സ്പേസ്. ഇവിടുത്തെ ഡൈനിങ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. അത്രയ്ക്ക് കിടിലമാണ് ആംബിയൻസ് കൊണ്ടും ഫുഡ് കൊണ്ടും എല്ലാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക. ഹംഗ്രി ഗൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. ട്രിവാൻഡ്രത്ത് നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ പറഞ്ഞതുപോലെ നല്ല ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഫ്രം ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ.